അതൊരു തണുത്ത നവംബർ മാസമായിരുന്നു. കോഴിക്കോട്ടെ പഴയ തെരുവുകൾ ഉറക്കത്തിലേക്ക് വഴുതിവീണ ഒരു അർദ്ധരാത്രി. റെയിൽവേ സ്റ്റേഷനിൽ അവസാനത്തെ ട്രെയിനും പോയി കഴിഞ്ഞു. പ്ലാറ്റ്ഫോമിലെ വെളിച്ചങ്ങൾ ഒന്നൊന്നായി അണഞ്ഞു. മാധവൻ തന്റെ പഴയ ഓട്ടോറിക്ഷയുമായി സ്റ്റേഷന് പുറത്ത് കാത്തുനിൽക്കുകയായിരുന്നു. അയാളുടെ ദേഹത്ത് ചാരനിറത്തിലുള്ള ഒരു പഴയ ജാക്കറ്റുണ്ട്. കഴുത്തിൽ മുറുക്കിക്കെട്ടിയ ഒരു കള്ളിത്തോർത്തും. കൈകൾ തണുപ്പ് കാരണം അല്പം വിറയ്ക്കുന്നുണ്ടായിരുന്നു. നഗരം മരിച്ചുപോയതുപോലെ നിശബ്ദമാണ്. ഇടയ്ക്ക് ദൂരെ എവിടെയോ ഒരു നായയുടെ ഓരിയിടൽ കേൾക്കാം. മാധവൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തു. എഞ്ചിന്റെ ആ താളാത്മകമായ ശബ്ദം ടുക് സ്റ്റാർ ആ വിജനമായ റോഡിൽ ഒരു വലിയ മുഴക്കമായി മാറി. അയാൾ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. തെരുവുവിളക്കുകൾ മങ്ങിയ മഞ്ഞ വെളിച്ചം പാതയിൽ ചിതറിക്കുന്നുണ്ട്. മൂടൽമഞ്ഞ് കനത്തു തുടങ്ങിയതോടെ മുന്നിലെ കാഴ്ചകൾ മറഞ്ഞു തുടങ്ങി. നഗരത്തിന്റെ തിരക്കുകൾ കഴിഞ്ഞ് കല്ലായി പാലം കടന്ന് അയാൾ വിജനമായ ഒരു കവലയിലെത്തി. അവിടെ ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരാൾ നിൽക്കുന്നത് അയാൾ കണ്ടു. ഒരു സ്ത്രീ. വെളുത്ത വസ്ത്രം ധരിച്ച അവൾ മഞ്ഞിനിടയിൽ ഒരു നിഴൽ പോലെ തെളിഞ്ഞു നിന്നു. അവളുടെ കയ്യിൽ ഒരു ചെറിയ ബാഗുണ്ടായിരുന്നു. മാധവൻ അറിയാതെ ബ്രേക്ക് അമർത്തി. ഓട്ടോ പതുക്കെ അവളുടെ അരികിൽ ചെന്നു നിന്നു. എങ്ങോട്ടാ മോളെ? ഈ പാതിരാത്രിയിൽ? മാധവൻ പതുക്കെ ചോദിച്ചു. അയാളുടെ ശബ്ദം ആ തണുത്ത വായുവിൽ പുക പോലെ പുറത്തേക്ക് വന്നു. അവൾ പതുക്കെ തലയുയർത്തി. അവളുടെ മുഖം അതിമനോഹരമായിരുന്നു. പക്ഷേ വല്ലാത്തൊരു വിളർച്ച ആ മുഖത്തുണ്ടായിരുന്നു. കണ്ണുകൾ ആഴമുള്ളതും തിളക്കമില്ലാത്തതുമാണ്. അവൾ മറുപടി പറഞ്ഞില്ല. പകരം കൈ ചൂണ്ടി ദൂരേക്ക് കാണിച്ചു. പാലാഴി ജംഗ്ഷൻ കഴിഞ്ഞ് അല്പം കൂടി ഉള്ളിലോട്ടു പോകണം. നീലാംബരി എന്നാണ് വീടിന്റെ പേര്, അവൾ മന്ത്രിച്ചു. ആ ശബ്ദം കാതുകളിലല്ല, മറിച്ച് തലയ്ക്കുള്ളിലാണ് മുഴങ്ങുന്നത് എന്ന് മാധവന് തോന്നി. ആ ശബ്ദത്തിൽ മഞ്ഞുതുള്ളികൾ വീഴുന്നതുപോലെയുള്ള ഒരു തണുപ്പുണ്ടായിരുന്നു. അവൾ പുറകിലെ സീറ്റിൽ കയറിയിരുന്നു. ഓട്ടോ നീങ്ങിത്തുടങ്ങിയതും വായുവിൽ വല്ലാത്തൊരു ഗന്ധം നിറഞ്ഞു. അത് പാലപ്പൂവിന്റെ മണമായിരുന്നു. ശ്വാസം മുട്ടിക്കുന്ന അത്രയും തീവ്രമായ മത്തുപിടിപ്പിക്കുന്ന ഗന്ധം. സാധാരണയായി ഈ സീസണിൽ പാല പൂക്കാറില്ലല്ലോ എന്ന് മാധവൻ വെറുതെ ചിന്തിച്ചു. അയാൾ റിയർ വ്യൂ മിററിലൂടെ ഒന്ന് നോക്കി. അവൾ അനങ്ങാതെ ഇരിക്കുകയാണ്. അവളുടെ കൈകൾ മടിയിൽ വെച്ചിരിക്കുന്നു. വിരലുകൾ വല്ലാത്തൊരു വെളുത്ത നിറത്തിലായിരുന്നു, രക്തമില്ലാത്തതുപോലെ. യാത്ര തുടരവേ റോഡിന് ഇരുവശത്തുമുള്ള വീടുകളുടെ വെളിച്ചം അപ്രത്യക്ഷമായി. തെരുവുവിളക്കുകളില്ലാത്ത ഇരുട്ട് നിറഞ്ഞ പാതകളിലൂടെ ഓട്ടോ നീങ്ങി. കരിമ്പനകൾ കാറ്റിലാടുന്നത് കാണുമ്പോൾ ആരോ കൈവീശുന്നതുപോലെ മാധവന് തോന്നി. വഴിയിൽ കണ്ട ചില പഴയ കടമുറികൾ പ്രേതാലയങ്ങളെപ്പോലെ നിശബ്ദമായി നിന്നു. മോളെ, പാലാഴി കഴിഞ്ഞല്ലോ, ഇനി എങ്ങോട്ടാ? മാധവൻ ചോദിച്ചു. പക്ഷേ മറുപടിയൊന്നും വന്നില്ല. അയാൾ വീണ്ടും മിററിലൂടെ നോക്കി. അവൾ ജനാലയ്ക്കൽ പിടിച്ച് പുറത്തെ ഇരുട്ടിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. അവളുടെ കണ്ണുകൾ അടഞ്ഞിട്ടില്ല. അവ ഒരു നിമിഷം പോലും ചിമ്മുന്നില്ലെന്ന് അയാൾ ഭയത്തോടെ ശ്രദ്ധിച്ചു. അല്പം കൂടി മുന്നോട്ടു പോയപ്പോൾ റോഡ് അവസാനിച്ചു. അവിടെ കുന്നിൻ ചെരുവിൽ കാട്ടുചെടികൾ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു വലിയ പറമ്പായിരുന്നു. മധ്യത്തിലായി ഒരു ഭീമാകാരമായ മാവ് കാറ്റിൽ ഭീകരമായി ഉലയുന്നുണ്ട്. ഇവിടെ നിർത്തൂ, അവൾ പറഞ്ഞു. മാധവൻ ഓട്ടോ നിർത്തി. വല്ലാത്തൊരു നിശബ്ദത അവിടെ പടർന്നു. ചീവീടുകളുടെ കരച്ചിൽ പോലും നിലച്ചതുപോലെ. മാധവൻ മീറ്റർ ഓഫ് ചെയ്ത് തിരിഞ്ഞു നോക്കി. മോൾക്കിവിടെയാണോ? അയാൾ വാചകം പൂർത്തിയാക്കിയില്ല. സീറ്റിൽ ആരുമില്ലായിരുന്നു. മാധവന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. വണ്ടിയുടെ ഡോറ് തുറന്നിട്ടില്ല. ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആരും പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷേ സീറ്റ് ശൂന്യമാണ്. അവൾ ഇരുന്നിരുന്ന ഭാഗം ഐസ് കട്ട വെച്ചതുപോലെ തണുത്തിരിക്കുന്നു. അവിടെ സീറ്റിന് മുകളിൽ അല്പം മുൻപ് വായുവിൽ അനുഭവിച്ച അതേ പാലപ്പൂക്കൾ ചിതറിക്കിടക്കുന്നു. മാധവൻ പരിഭ്രമത്തോടെ പുറത്തിറങ്ങി. മോളെ, അയാൾ വിളിച്ചു. അയാളുടെ ശബ്ദം ആ പറമ്പിലെ മരങ്ങൾക്കിടയിൽ തട്ടി പ്രതിധ്വനിച്ചു. പെട്ടെന്ന് ആ പറമ്പിന്റെ ഉള്ളിൽ നിന്ന് ഒരു പാദസരത്തിന്റെ കിലുക്കം കേട്ടു. സ്റ്റാർ കിളിം. കിളിം സ്റ്റാർ പതുക്കെ ഒരു സ്ത്രീയുടെ ചിരി വായുവിൽ അലയടിച്ചു. അത് ദൂരെയല്ല, തൊട്ടടുത്തു നിന്നാണെന്ന് അയാൾക്ക് തോന്നി. അയാൾ ടോർച്ച് തെളിച്ചു. ആ കാട്ടുചെടികൾക്കിടയിലൂടെ അയാൾ പതുക്കെ നടന്നു. മാവിൻ ചുവട്ടിലെത്തിയപ്പോൾ അയാൾ ഒരു പഴയ സ്മാരകശില കണ്ടു. കല്ലിൽ പായൽ പിടിച്ചിരിക്കുന്നു. അയാൾ കൈകൊണ്ട് ആ പായൽ മാറ്റിനോക്കി. ടോർച്ച് വെളിച്ചത്തിൽ ആ അക്ഷരങ്ങൾ തെളിഞ്ഞുവന്നു. നീലാംബരി. ഈ സ്ഥലത്ത് ഒരു കാലത്ത് അതിമനോഹരമായ ഒരു വീടുണ്ടായിരുന്നു. 1970 ഒരു ഡിസംബർ രാത്രിയിൽ അവിചാരിതമായി ഉണ്ടായ തീപിടുത്തത്തിൽ ആ വീട് പൂർണ്ണമായും കത്തിനശിച്ചു. വിവാഹത്തിന് തലേദിവസം പട്ടുടുത്തൊരുങ്ങി നിന്ന മകളും
ആ അഗ്നിയിൽ വെണ്ണീറായി. അവൾ ഇന്നും തന്റെ വരനെ കാത്ത് ആ വഴിയിൽ നിൽക്കുന്നുവെന്ന് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു. മാധവന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അയാൾ ഓട്ടോയിലേക്ക് ഓടിക്കയറി. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ അയാൾ പാടുപെട്ടു. മൂന്നാമത്തെ തവണ അയാൾ ആഞ്ഞു ചവിട്ടിയപ്പോൾ വണ്ടി സ്റ്റാർട്ടായി. അവിടെ നിന്ന് ജീവനും കൊണ്ട് അയാൾ പാഞ്ഞു. പക്ഷേ വീട്ടിലെത്തി ഓട്ടോ പാർക്ക് ചെയ്തപ്പോൾ അയാൾ ഒരു വിചിത്രമായ കാര്യം കണ്ടു. ഓട്ടോയുടെ മീറ്ററിൽ ആ പെൺകുട്ടി ഇരുന്നിരുന്ന സമയം മുതൽ ഓടിയ ദൂരം രേഖപ്പെടുത്തിയിട്ടില്ല. മീറ്റർ അപ്പോഴും പഴയ ആ കവലയിൽ അവൾ കയറിയ അതേ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ്, സമയം നിശ്ചലമായതുപോലെ. അയാൾ വണ്ടിയിൽ നിന്നിറങ്ങാൻ നേരം തന്റെ ഷർട്ടിന്റെ പോക്കറ്റിൽ വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. അയാൾ കൈയിട്ട് നോക്കി. അവിടെ ഒരു പഴയ നാണയമിരിക്കുന്നു. അതിൽ രാജാക്കന്മാരുടെ മുദ്രയുണ്ട്. സ്വർണത്തിന്റേതല്ലാത്ത വിചിത്രമായ ഒരു ലോഹം കൊണ്ടുണ്ടാക്കിയ നാണയം. അതിൽ നിന്ന് ഇപ്പോഴും ആ പാലപ്പൂവിന്റെ മണം വരുന്നുണ്ടായിരുന്നു. മാധവൻ അന്ന് രാത്രി ഉറങ്ങിയില്ല. അയാളുടെ മുറിയിലും ആ മണം നിറഞ്ഞുനിന്നു. പിറ്റേന്ന് രാവിലെ അയാൾ ആ പറമ്പിലേക്ക് വീണ്ടും പോയി. പക്ഷേ പകൽ വെളിച്ചത്തിൽ അവിടെ ആ മാവോ സ്മാരകശിലയോ ഉണ്ടായിരുന്നില്ല. അവിടെ കണ്ടത് വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട ഒരു ശ്മശാനമായിരുന്നു. ഇന്നും രാത്രിയിൽ ആ വഴി പോകുന്ന ഓട്ടോക്കാർക്ക് മുന്നിൽ അവൾ കൈ കാണിക്കാറുണ്ട്. അവൾ നിങ്ങളോട് ചോദിക്കുന്നത് ആ പഴയ സ്മാരകശിലയിലെ വിലാസമായിരിക്കും. അവൾ നിങ്ങളുടെ വണ്ടിയിൽ കയറിയാൽ മീറ്റർ ഓടില്ല. പക്ഷേ നിങ്ങളുടെ ആയുസ്സിന്റെ മിടിപ്പുകൾ അവൾ ഓരോന്നായി എണ്ണിക്കൊണ്ടിരിക്കും. ശ്വാസം ആഴത്തിലെടുത്ത് പതുക്കെ വിടുക. ഇതൊരു ലിഫ്റ്റിന്റെ കഥയാണ്. നമ്മൾ മുകളിലേക്കും താഴേക്കും സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ആ ചെറിയ ഇരുമ്പുകൂട് ചിലപ്പോൾ നമ്മെ കൊണ്ടുപോകുന്നത് നമ്മൾ ചിന്തിക്കാത്ത ഏതോ ഒരു നിലയിലേക്കായിരിക്കും. അമല ഒരു വലിയ IoT കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത്. പ്രൊജക്റ്റ് തീർക്കാനുള്ള തിടുക്കത്തിൽ അവൾ അന്ന് ഓഫീസ് വിടുമ്പോൾ രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. ആ വലിയ കെട്ടിടത്തിൽ സെക്യൂരിറ്റി ഗാർഡുകൾ ഒഴികെ മറ്റാരുമുണ്ടായിരുന്നില്ല. 20ാം നിലയിൽ നിന്ന് താഴേക്ക് പോകാനായി അവൾ ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തി. ലിഫ്റ്റ് വന്നു. വാതിൽ തുറന്നു. ഉള്ളിൽ ആരുമില്ലായിരുന്നു. തിളങ്ങുന്ന സ്റ്റീൽ ചുവരുകളും വലിയൊരു കണ്ണാടിയുമുള്ള ആ ലിഫ്റ്റിലേക്ക് അവൾ കയറി. ഗ്രൗണ്ട് ഫ്ലോർ ബട്ടൺ അമർത്തി അവൾ തന്റെ ബാഗ് തോളിലിട്ടു. ലിഫ്റ്റ് പതുക്കെ താഴേക്ക് നീങ്ങാൻ തുടങ്ങി. 19, 18, 17. പെട്ടെന്ന് 10ാം നിലയിൽ വെച്ച് ലിഫ്റ്റ് തനിയെ നിന്നു. വാതിൽ തുറന്നു. അവിടെ വെളിച്ചമില്ലാത്ത ഒരു ഇടനാഴി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആരും അകത്തേക്ക് കയറിയില്ല. അമല വീണ്ടും ബട്ടൺ അമർത്തി. പക്ഷേ വാതിൽ അടയുന്നതിനു മുൻപ് ലിഫ്റ്റിന്റെ സെൻസർ ആരോ തടയുന്നതുപോലെ വാതിൽ വീണ്ടും തുറന്നു. അമല പുറത്തേക്ക് നോക്കി. ആരുമില്ല. അവൾ അസ്വസ്ഥതയോടെ വീണ്ടും ബട്ടൺ അമർത്തി. ഇത്തവണ വാതിലടഞ്ഞു. ലിഫ്റ്റ് വീണ്ടും താഴേക്ക് നീങ്ങി. അപ്പോഴാണ് സ്റ്റീൽ ഭിത്തിയിലുള്ള തന്റെ പ്രതിബിംബത്തിലേക്ക് അമല നോക്കിയത്. അവൾ ഞെട്ടിപ്പോയി. പ്രതിബിംബത്തിൽ അവളുടെ തൊട്ടുപിന്നിലായി ഒരു രൂപം നിൽക്കുന്നു. ഒരു പെൺകുട്ടി. അവളുടെ തല പകുതി മുറിഞ്ഞ നിലയിലായിരുന്നു. മുടിയിഴകൾ മുഖത്തേക്ക് വീണുകിടക്കുന്നു. അമല പേടിയോടെ തിരിഞ്ഞു നോക്കി. പക്ഷേ അവളുടെ പിന്നിൽ ആരുമില്ലായിരുന്നു. ലിഫ്റ്റിനുള്ളിൽ അവൾ തനിച്ചാണ്. അവൾ വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. ആ രൂപം ഇപ്പോൾ അവളുടെ തോളോട് ചേർന്ന് നിൽക്കുകയാണ്. കണ്ണാടിക്കുള്ളിലെ ആ പെൺകുട്ടി അമലയെ നോക്കി പതുക്കെ മന്ത്രിച്ചു. എനിക്ക് താഴെ ഇറങ്ങണം, പക്ഷെ എന്റെ കാലുകൾ അവിടെയുണ്ട്. അമല ഭയന്ന് വിറച്ചു. ലിഫ്റ്റ് ഇപ്പോൾ 5ാം നിലയിലാണ്. അവൾ എല്ലാ ബട്ടണുകളും മാറി മാറി അമർത്തി. പക്ഷെ ലിഫ്റ്റ് എവിടെയും നിൽക്കുന്നില്ല. അത് താഴേക്ക് തന്നെ പോയിക്കൊണ്ടിരുന്നു. 4, 3, 2. ഒടുവിൽ അത് ഗ്രൗണ്ട് ഫ്ലോറിലെത്തി. വാതിൽ തുറന്നു. അമല പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. പക്ഷേ അവളുടെ കാലുകൾ അനങ്ങുന്നില്ലായിരുന്നു. ആരോ തറയിൽ നിന്ന് അവളെ മുറുകെ പിടിച്ചിരിക്കുന്നു. അവൾ താഴേക്ക് നോക്കി. ലിഫ്റ്റിനും തറയ്ക്കുമിടയിലുള്ള ആ ചെറിയ വിടവിലൂടെ മുറിഞ്ഞ 2 കൈകൾ പുറത്തേക്ക് വന്ന് അവളുടെ കാലുകളിൽ പിടിച്ചിരിക്കുകയാണ്. ആ കൈകൾ അവളെ ലിഫ്റ്റിന്റെ താഴെയുള്ള ആ ഇരുട്ടിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചു. സഹായിക്കൂ, അവൾ അലറി. സെക്യൂരിറ്റി ഗാർഡ് ഓടിയെത്തിയപ്പോൾ അദ്ദേഹം കണ്ടത് ശൂന്യമായ ലിഫ്റ്റായിരുന്നു. അമല അവിടെയില്ലായിരുന്നു. പക്ഷേ ലിഫ്റ്റിന്റെ തറയിൽ അവളുടെ ബാഗും ഒരു ജോഡി ചെരുപ്പുകളും മാത്രം അവശേഷിച്ചു. ആ സ്റ്റീൽ ഭിത്തിയിൽ ആവി പിടിച്ചതുപോലെ ഒരു വാചകം തെളിഞ്ഞുവന്നു. അടുത്തത് നിന്റെ ഊഴമാണ്. വാതിൽ തുറക്കുമ്പോൾ തിരിഞ്ഞു നോക്കരുത്. ഇന്നും ആ ഓഫീസിലെ ലിഫ്റ്റിൽ രാത്രി തനിച്ച് യാത്ര ചെയ്യുന്നവർക്ക് ഒരു പെൺകുട്ടിയുടെ തേങ്ങൽ കേൾക്കാം. ലിഫ്റ്റ് 10ാം നിലയിൽ നിൽക്കുമ്പോൾ ആരും അകത്തേക്ക് കയറില്ല. പക്ഷേ ലിഫ്റ്റിന്റെ ഭാരം കൂടുന്നത് സെൻസറിൽ കാണാം. നിങ്ങളിപ്പോൾ ഒരു ലിഫ്റ്റിൽ കയറാൻ പോവുകയാണോ? കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ലിഫ്റ്റിലെ കണ്ണാടിയിൽ നിങ്ങളുടെ പ്രതിബിംബം നിങ്ങളെത്തന്നെയാണോ നോക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക.
ഇതൊരു ഫോട്ടോയുടെ കഥയാണ്. നമ്മൾ മനോഹരമായ നിമിഷങ്ങൾ പകർത്താനെടുക്കുന്ന ചിത്രങ്ങൾ ചിലപ്പോൾ നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത സത്യങ്ങളെ തിരികെ കൊണ്ടുവന്നേക്കാം. അനന്തൻ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിരുന്നു. പഴയ ക്യാമറകളും ലെൻസുകളും ശേഖരിക്കുന്നത് അവന്റെ വലിയൊരു ഹരമായിരുന്നു. ഒരിക്കൽ തമിഴ്നാട്ടിലെ ഒരു പഴയ കൊട്ടാരം പോലെയുള്ള വീടിന്റെ ലേലത്തിൽ നിന്ന് അവന് ഒരു പഴയ പോളിറോയിഡ് ക്യാമറ ലഭിച്ചു. കറുത്ത ലെൻസുള്ള വശങ്ങളിൽ വിചിത്രമായ കൊത്തുപണികളുള്ള ആ ക്യാമറ കണ്ടാൽ തന്നെ ഒരു വല്ലാത്ത ഭയം തോന്നും. വീട്ടിലെത്തിയ അനന്തൻ ആ ക്യാമറ വൃത്തിയാക്കി അതിൽ ഒരു ഫിലിം റോളിട്ടു. ക്യാമറയുടെ പ്രവർത്തനക്ഷമത പരിശോധിക്കാനായി അവൻ മുറിയിലെ തന്റെ കസേരയുടെ ഒരു ഫോട്ടോ എടുത്തു. ക്യാമറയിൽ നിന്ന് ഫോട്ടോ പതുക്കെ പുറത്തേക്ക് വന്നു. വെള്ളക്കടലാസ് പോലെയിരുന്ന ആ ഫോട്ടോയിൽ ദൃശ്യം തെളിഞ്ഞുവരാൻ അവൻ കാത്തുനിന്നു. ഫോട്ടോ തെളിഞ്ഞു വന്നപ്പോൾ അനന്തന്റെ കൈകൾ വിറച്ചു. കസേര ശൂന്യമായിരുന്നില്ല. അതിൽ ഒരു രൂപമിരിക്കുന്നുണ്ടായിരുന്നു. കറുത്ത വസ്ത്രം ധരിച്ച മുഖം പൂർണ്ണമായും സിന്ദൂരം കൊണ്ട് മൂടിയ ഒരു സ്ത്രീ. അവളുടെ കണ്ണുകൾ ഫോട്ടോയിൽ നിന്ന് അനന്തനെ തന്നെ തുറിച്ചുനോക്കുന്നതുപോലെ തോന്നി. പക്ഷേ മുറിക്കുള്ളിൽ ആ കസേരയിൽ ആരുമില്ലായിരുന്നു. വെറും ഡബിൾ എക്സ്പോഷർ ആയിരിക്കും, അവൻ സ്വയം ആശ്വസിപ്പിച്ചു. അവൻ രണ്ടാമതൊരു ഫോട്ടോ കൂടി എടുത്തു. ഇത്തവണ തന്റെ തന്നെ പ്രതിബിംബം വരുന്ന രീതിയിൽ കണ്ണാടിക്ക് മുന്നിൽ നിന്നാണ് ഫോട്ടോ എടുത്തത്. ഫോട്ടോ പുറത്തേക്ക് വന്നു. അത് തെളിഞ്ഞു വന്നപ്പോൾ അനന്തന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. ഫോട്ടോയിൽ അനന്തൻ തനിച്ചല്ലായിരുന്നു. അവന്റെ കഴുത്തിൽ ആ സിന്ദൂരം മൂടിയ കൈകൾ മുറുകെ പിടിച്ചിരിക്കുന്നു. ആ സ്ത്രീയുടെ മുഖം അവന്റെ തോളോട് ചേർന്നു നിൽക്കുന്നു. ഫോട്ടോയിലെ അവളുടെ വായ പതുക്കെ ചിരിക്കുന്നതുപോലെ അവൻ കണ്ടു. പെട്ടെന്ന് മുറിക്കുള്ളിൽ പാലപ്പൂവിന്റെ രൂക്ഷമായ മണം പടർന്നു. ടേബിൾ ലാമ്പ് ഒന്ന് മിന്നിയണഞ്ഞു. അനന്തന് തന്റെ കഴുത്തിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. ആരോ തന്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ആ ശ്വാസം അവന്റെ ചെവിയിൽ തട്ടുന്നുണ്ട്. പക്ഷെ കണ്ണാടിയിൽ നോക്കുമ്പോൾ അവിടെ അവനല്ലാതെ മറ്റാരുമില്ല. അവൻ പേടിച്ച് ആ ക്യാമറ നിലത്തെറിഞ്ഞു. പക്ഷെ അത് പൊട്ടിയില്ല. പകരം ക്യാമറയുടെ ഷട്ടർ തനിയെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഓരോ തവണയും ഫ്ലാഷ് മിന്നുമ്പോൾ മുറിയിലെ വെളിച്ചം മാറിക്കൊണ്ടിരുന്നു. ഓരോ ഫ്ലാഷിലും ആ രൂപം അവനോട് കൂടുതൽ അടുത്തു വരുന്നത് അവൻ കണ്ടു. ഫ്ലാഷ്, അവൾ മുറിയുടെ മൂലയിൽ. ഫ്ലാഷ്, അവൾ കട്ടിലിനരികിൽ. ഫ്ലാഷ്, അവൾ അവന്റെ മൂക്കിന് തുമ്പത്ത്. അനന്തൻ നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങിപ്പോയി. അവസാനത്തെ ഫ്ലാഷ് മിന്നിയപ്പോൾ ക്യാമറയിൽ നിന്ന് ഒരു ഫോട്ടോ പുറത്തേക്ക് വന്നു. അനന്തൻ താഴെ വീണ ആ ഫോട്ടോയിലേക്ക് നോക്കി. അതിൽ അനന്തനുണ്ടായിരുന്നില്ല. ആ കസേരയിൽ സിന്ദൂരം മൂടിയ ആ സ്ത്രീ മാത്രമിരിക്കുന്നു. അവളുടെ കയ്യിൽ അനന്തന്റെ തലയില്ലാത്ത ശരീരം ഒരു പാവയെപ്പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഫോട്ടോയുടെ താഴെ രക്തം കൊണ്ട് ഇങ്ങനെ എഴുതിയിരുന്നു: നിന്റെ രൂപം എനിക്കിഷ്ടമായി. ഇനി നീ ഈ ഫ്രെയിമിനുള്ളിൽ വസിക്കും. പിറ്റേന്ന് രാവിലെ അനന്തന്റെ സുഹൃത്തുക്കൾ അവിടെ എത്തിയപ്പോൾ മുറി പൂട്ടിക്കിടക്കുകയായിരുന്നു. അകത്ത് ആരുമില്ല. പക്ഷെ മേശപ്പുറത്ത് ആ പഴയ ക്യാമറയും കുറച്ച് ഫോട്ടോകളും ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഫോട്ടോകളിൽ ഒന്നിൽ അനന്തൻ ആ സിന്ദൂരം മൂടിയ സ്ത്രീയുടെ പിന്നിൽ ഒരു നിഴലായി നിൽക്കുന്നത് അവർ കണ്ടു. അവന്റെ കണ്ണുകൾ സഹായത്തിനായി നിലവിളിക്കുന്നത് പോലെ തോന്നിപ്പിച്ചു. നിങ്ങൾ ഇന്ന് രാത്രി ഒരു സെൽഫി എടുക്കാൻ പോവുകയാണോ? ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക. നിങ്ങളുടെ തോളിൽ ഒരു കൈപ്പത്തി കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോൺ താഴെ വയ്ക്കരുത്. ഇതൊരു വിളിയുടെ കഥയാണ്. നമ്മൾ ഉറക്കത്തിൽ കേൾക്കുന്ന, എന്നാൽ ഒരിക്കലും ഉത്തരം നൽകാൻ പാടില്ലാത്ത ആ ശബ്ദത്തിന്റെ ഭീകരമായ സത്യത്തിലേക്ക് നമുക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലാം. അർജുൻ ആ പഴയ തറവാട്ടിലേക്ക് താമസം മാറിയത് മനഃശാന്തി തേടിയായിരുന്നു. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് ഒഴിഞ്ഞുമാറി തന്റെ പുതിയ നോവൽ പൂർത്തിയാക്കാൻ ഇതിലും നല്ലൊരിടം വേറെയില്ലെന്ന് അവൻ കരുതി. വലിയ തൂണുകളും ഇരുട്ടുനിറഞ്ഞ ഇടനാഴികളും മരപ്പണികൾ ചെയ്ത തറയുമുള്ള ആ വീട് പകൽ സമയത്ത് മനോഹരമായിരുന്നു. പക്ഷേ സൂര്യൻ അസ്തമിച്ചാൽ ആ വീടിന്റെ സ്വഭാവം മാറും. തറവാട്ടിലെ ഓരോ തടിപ്പലകകളും രാത്രിയിൽ പതുക്കെ ഞരങ്ങാൻ തുടങ്ങും. ആരോ അവിടെ നടക്കുന്നുണ്ടെന്ന വല്ലാത്തൊരു തോന്നൽ അർജുനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. താമസമാക്കിയ ആദ്യത്തെ ഏതാനും രാത്രികളിൽ വല്ലാത്തൊരു അസ്വസ്ഥത അവനെ പിടികൂടി. തറവാട്ടിലെ തെക്കേ മൂലയിലുള്ള മുറിയിൽ നിന്ന് രാത്രികാലങ്ങളിൽ ഒരു പാദസരത്തിന്റെ നേർത്ത കിലുക്കം കേൾക്കാമായിരുന്നു. സ്റ്റാർ കിളിം. കിളിം സ്റ്റാർ എന്നാൽ അവിടെ ആരും താമസിച്ചിരുന്നില്ല. ആ മുറി വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയാണ്. പായൽ പിടിച്ച ഭിത്തികളും ചിതലെടുത്ത വാതിലുകളും ആ മുറിയെ ഒരു ശവക്കല്ലറ പോലെ തോന്നിപ്പിച്ചു. ഒരു രാത്രി ഏകദേശം 2 മണിയായി കാണും. പുറത്ത് ഇടിമിന്നലോടുകൂടിയ കനത്ത മഴ പെയ്യുകയായിരുന്നു. അർജുൻ തന്റെ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കെ പുറത്തെ വിശാലമായ വരാന്തയിൽ നിന്ന് ഒരു വിളി അവൻ കേട്ടു. അർജുൻ, മോനെ, വാതിൽ തുറക്കൂ. അവൻ ഞെട്ടിപ്പോയി.
അത് അവന്റെ അമ്മയുടെ ശബ്ദമായിരുന്നു. ആ സ്നേഹനിധിയായ ശബ്ദത്തിൽ വല്ലാത്തൊരു വിറയലുണ്ടായിരുന്നു. പക്ഷേ അമ്മ നാട്ടിലല്ലേ? ഈ പാതിരാത്രിയിൽ നൂറുകണക്കിന് കിലോമീറ്ററുകൾ താണ്ടി അമ്മ എങ്ങനെ ഇവിടെ എത്തും? അവൻ വിറയ്ക്കുന്ന കൈകളോടെ വാതിലിനടുത്തേക്ക് നടന്നു. വാതിലിലെ ചെറിയ വിടവിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ മിന്നൽ വെളിച്ചത്തിൽ അമ്മയെപ്പോലെ തോന്നിക്കുന്ന ഒരു രൂപം മഴയിൽ നനഞ്ഞു കുതിർന്ന് അവിടെ നിൽക്കുന്നത് അവൻ കണ്ടു. അമ്മേ, ഈ സമയത്ത് അമ്മ എങ്ങനെ ഇവിടെ? അവൻ വാതിൽ തുറക്കാൻ കൈനീട്ടി. പക്ഷേ പെട്ടെന്ന് അവന്റെ മനസ്സിൽ ആ തറവാടിനെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞ ഒരു കാര്യം മിന്നിമറഞ്ഞു. രാത്രിയിൽ പരിചിതമായ ശബ്ദത്തിൽ ആര് വിളിച്ചാലും വാതിൽ തുറക്കരുത്. അത് യക്ഷിയാണ്. അവൾ നിന്റെ മനസ്സ് വായിച്ച് നിനക്കേറ്റവും പ്രിയപ്പെട്ടവരുടെ ശബ്ദത്തിൽ നിന്നെ വിളിക്കും. ഒരിക്കൽ നീ ഉത്തരം നൽകിയാൽ പിന്നെ നിന്റെ ശബ്ദം നിന്റേതായിരിക്കില്ല. അർജുൻ മരവിച്ചു നിന്നു. അവൻ വാതിൽ തുറന്നില്ല. പുറത്തെ ആ രൂപം വീണ്ടും വിളിച്ചു. ഇത്തവണ ശബ്ദത്തിൽ വല്ലാത്തൊരു ദയനീയതയും ഭയവും കലർന്നിരുന്നു. മോനെ, എനിക്ക് വല്ലാതെ തണുക്കുന്നു. പുറത്ത് വലിയൊരു നിഴൽ എന്നെ പിടിക്കാൻ വരുന്നു. ഒന്ന് തുറക്കൂ അർജുൻ. അർജുൻ ശ്വാസമടക്കി പിടിച്ചു. അവൻ മറുപടി നൽകിയില്ല. അവൻ തന്റെ മുറിയിലേക്ക് ഓടിക്കയറി കതകടച്ചു. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ശബ്ദം തന്റെ മുറിയുടെ ജനാലയ്ക്ക് തൊട്ടുപുറത്തുനിന്ന് കേൾക്കാൻ തുടങ്ങി. അവൻ ജനാലയിലേക്ക് നോക്കി. അവിടെ ആരുമില്ല. പക്ഷേ ജനാലച്ചില്ലിൽ വിരലുകൾ കൊണ്ട് പോറുന്ന ശബ്ദം വ്യക്തമായിരുന്നു. സ്റ്റാർ സ്ക്രീച്ച്, സ്ക്രീച്ച് സ്റ്റാർ. ആരോ തന്റെ നഖങ്ങൾ കൊണ്ട് ഗ്ലാസിൽ വരയുകയാണ്. പെട്ടെന്ന് മുറിയിലെ ലൈറ്റുകൾ അണഞ്ഞു. കനത്ത ഇരുട്ടിൽ അവൻ ഒരു പാലപ്പൂവിന്റെ ഗന്ധം അനുഭവിച്ചു. ആ ഗന്ധം മുറിക്കുള്ളിലെ വായുവിനെ കനമുള്ളതാക്കി ശ്വസിക്കാൻ പ്രയാസകരമാക്കി. അവൻ ഭയത്തോടെ തന്റെ പുതപ്പിനുള്ളിലേക്ക് ചുരുണ്ടുകൂടി. അപ്പോൾ അവന്റെ തൊട്ടുപിന്നിൽ തലയണയ്ക്ക് അരികിൽ നിന്ന് ഒരു മന്ത്രണമുയർന്നു. വാതിൽ തുറക്കാത്തത് നന്നായി അർജുൻ. പക്ഷേ ജനാല പൂട്ടാൻ നീ മറന്നുപോയല്ലോ. അർജുൻ മരവിച്ചുപോയി. അവൻ പതുക്കെ തലതിരിച്ചു നോക്കി. തന്റെ കട്ടിലിന്റെ മറുവശത്ത് ആ രൂപം ഇരിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ മുഖമായിരുന്നു അതിന്. പക്ഷേ കണ്ണുകൾക്ക് പകരം 2 കറുത്ത കുഴികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ കുഴികളിൽ നിന്ന് കറുത്ത ഒരു ദ്രാവകം കണ്ണുനീർ പോലെ ഒഴുകുന്നു. അവൾ അവനെ നോക്കി വികൃതമായി പുഞ്ചിരിച്ചു. അവളുടെ നീളമുള്ള വിരലുകൾ പതുക്കെ നീണ്ട് അവന്റെ കഴുത്തിനു നേരെ അടുത്തു. നീ എത്ര നേരം ശ്വാസമടക്കി പിടിച്ചിരിക്കും? നിന്റെ ഹൃദയമിടിപ്പ് എനിക്ക് സംഗീതം പോലെയാണ്. ഓരോ മിടിപ്പിലും ഞാൻ നിന്നിലേക്ക് പടരുകയാണ്. അർജുൻ കണ്ണുകൾ മുറുക്കി അടച്ചു. അവന്റെ തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തേക്ക് വന്നില്ല. എത്ര നേരം അങ്ങനെ മരവിച്ചിരുന്നുവെന്ന് അവൻ അറിയില്ല. പുലർച്ചെ സൂര്യപ്രകാശം ജനാലയിലൂടെ മുറിക്കുള്ളിലേക്ക് അടിച്ചപ്പോൾ അവൻ പതുക്കെ കണ്ണു തുറന്നു. ആ രൂപം അവിടെ ഉണ്ടായിരുന്നില്ല. അവൻ ആശ്വാസത്തോടെ എഴുന്നേറ്റു. അതൊരു പേക്കിനാവായിരിക്കുമെന്ന് അവൻ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൻ കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ അവന്റെ രക്തം ഉറഞ്ഞുപോയി. അവന്റെ കഴുത്തിൽ നീലിച്ച 5 വിരലടയാളങ്ങൾ ഉണ്ടായിരുന്നു. കൂടാതെ കണ്ണാടിയുടെ ഒരു മൂലയിൽ രക്തം കൊണ്ട് ഇങ്ങനെ എഴുതിയിരുന്നു: ഇന്ന് രാത്രി ഞാൻ നിന്റെ ശബ്ദത്തിൽ നിന്റെ പ്രിയപ്പെട്ടവരെ വിളിക്കും. അവർ വാതിൽ തുറക്കുമോ? നിനക്ക് അവരെ തടയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ നിന്റെ ശബ്ദം എന്റെ പക്കലാണ്. അർജുൻ ഉടൻ തന്നെ തന്റെ അമ്മയെ വിളിക്കാൻ ഫോണെടുത്തു. അവൻ അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു. ഫോണെടുത്തു. അങ്ങേ തലയ്ക്കൽ നിന്ന് അമ്മയുടെ ശബ്ദം കേട്ടു. അർജുൻ, നീ എന്തിനാടാ രാത്രി എന്നെ വിളിച്ച് പേടിപ്പിച്ചത്? നീ വാതിൽ തുറക്കാൻ പറഞ്ഞല്ലോ. അർജുൻ തകർന്നുപോയി. അങ്ങേ തലയ്ക്കൽ തന്റെ തന്നെ ശബ്ദത്തിൽ ഒരു ചിരി ഉയരുന്നത് അവൻ കേട്ടു. അർജുൻ, നിന്റെ അമ്മ വാതിൽ തുറന്നു കഴിഞ്ഞു. ഇനി അടുത്തതാരാണ്? നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ശബ്ദത്തിൽ ആരെങ്കിലും നിങ്ങളെ വിളിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അവർ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വിളിക്ക് ഉത്തരം നൽകുന്നതിനു മുൻപ് ഒന്നുകൂടി ചിന്തിക്കുക. ചിലപ്പോൾ ആ വിളി വരുന്നത് നിങ്ങളുടെ അരികിൽ നിന്ന് തന്നെയാകാം. പാലപ്പൂവിന്റെ ശ്വാസം. നീലകണ്ഠൻ തന്റെ പഴയ മോട്ടോർ സൈക്കിളിൽ ആ വിജനമായ ചുരം പാതയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. മൂടൽമഞ്ഞ് പാതയെ പൂർണ്ണമായും വിഴുങ്ങിയിരുന്നു. ഹെഡ്ലൈറ്റിന്റെ നേർത്ത വെളിച്ചത്തിൽ മുന്നിലെ വളവുകൾ പോലും വ്യക്തമല്ല. പാതയുടെ ഇരുവശത്തും കൂറ്റൻ മരങ്ങൾ കാവൽ നിൽക്കുന്ന ഭൂതങ്ങളെപ്പോലെ തോന്നിപ്പിച്ചു. പെട്ടെന്ന് വായുവിൽ അതിശക്തമായ പാലപ്പൂവിന്റെ ഗന്ധം പടർന്നു. സാധാരണ നിലയിൽ ഈ തണുപ്പുകാലത്ത് പാല പൂക്കാറില്ല. നീലകണ്ഠൻ വണ്ടി പതുക്കെ ഒതുക്കി നിർത്തി. കാറ്റിൽ ഒരു നേർത്ത പാദസര കിലുക്കം കേട്ടു. സ്റ്റാർ കിളിം കിളിം. മഞ്ഞിനിടയിലൂടെ ഒരു രൂപം തെളിഞ്ഞുവന്നു. വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ. അവളുടെ മുടിയിഴകൾ കാറ്റിൽ പറക്കുന്നുണ്ടായിരുന്നു. നീലകണ്ഠൻ ഒന്ന് പകച്ചുപോയി. ഈ പാതിരാത്രിയിൽ ഈ വിജനമായ ചുരത്തിൽ അവൾ എന്തു ചെയ്യുകയാണ്?
എങ്ങോട്ടാ മോളെ? ഈ നേരത്ത് അവൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. അവൾ പതുക്കെ തലയുയർത്തി. അതീവ സുന്ദരിയായ ഒരു മുഖം. അവളുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കമുണ്ടായിരുന്നു. അവൾ ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ചുറ്റുമുള്ള തണുപ്പ് മാഞ്ഞതുപോലെ നീലകണ്ഠന് തോന്നി. ഞാൻ ആ താഴെയുള്ള തറവാട്ടിലേക്കാണ്. വഴി തെറ്റിപ്പോയി. ഒന്ന് അവിടെ വരെ വിടുമോ? അവളുടെ ശബ്ദം ഒരു പുല്ലാങ്കുഴൽ നാദം പോലെ മനോഹരമായിരുന്നു. നീലകണ്ഠൻ അവളെ വണ്ടിയുടെ പിന്നിലിരുത്തി. യാത്ര തുടങ്ങവേ അവന്റെ തോളിൽ അവളുടെ കൈകൾ തട്ടി. ആ സ്പർശനത്തിന് ഐസ്കട്ടയേക്കാൾ തണുപ്പായിരുന്നു. വണ്ടി നീങ്ങുന്തോറും പാലപ്പൂവിന്റെ മണം കൂടി വന്നു. ഇടയ്ക്ക് അവൻ മിററിലൂടെ അവളെ നോക്കി. അവൾ അവനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. പക്ഷേ അവളുടെ ചുണ്ടുകൾക്ക് വല്ലാത്തൊരു ചുവപ്പ് നിറമായിരുന്നു. ചുണ്ണാമ്പ് ചേർത്ത വെറ്റില മുറുക്കിയതുപോലെയല്ല പച്ചച്ചോരയുടെ നിറം. ഇവിടെ നിർത്തൂ, അവൾ പറഞ്ഞു. അവിടെ ഒരു പഴയ കാവിനോട് ചേർന്ന വലിയ പാലമരം നിന്നിരുന്നു. ആ മരത്തിന്റെ ചില്ലകൾ ആകാശത്തേക്ക് കൈകൾ നീട്ടി നിൽക്കുന്ന പ്രേതത്തെപ്പോലെ തോന്നിപ്പിച്ചു. നീലകണ്ഠൻ വണ്ടി നിർത്തി. നന്ദി. അവൾ പതുക്കെ ഇറങ്ങി. എന്നിട്ട് അവനോടായി ചോദിച്ചു, നിന്റെ കയ്യിൽ ഒരു ചുണ്ണാമ്പ് കഷ്ണമുണ്ടോ? വെറ്റില മുറുക്കാൻ മറന്നുപോയി. നീലകണ്ഠൻ തന്റെ ബാഗിൽ നിന്ന് പഴയൊരു ചുണ്ണാമ്പ് ഡബ്ബ എടുത്തുകൊടുത്തു. അവൾ അത് വാങ്ങുമ്പോൾ അവളുടെ നഖങ്ങൾ അവന്റെ കൈകളിൽ പറഞ്ഞു. ആ വേദനയിൽ അവൻ താഴേക്ക് നോക്കി. അപ്പോഴാണ് അവൻ ആ ഭീകരമായ സത്യം കണ്ടത്. മണ്ണിൽ പതിഞ്ഞ അവളുടെ പാദങ്ങൾ പിന്നിലേക്കായിരുന്നു തിരിഞ്ഞിരുന്നത്. മണലിൽ അവളുടെ കാൽപ്പാടുകൾ വിപരീത ദിശയിൽ തെളിഞ്ഞുകിടക്കുന്നു. അവൻ ഭയത്തോടെ തലയുയർത്തി നോക്കി. അവൾ ഇപ്പോൾ ആ പഴയ പാലമരത്തിന്റെ ചില്ലയിലേക്ക് പതുക്കെ ഉയരുകയായിരുന്നു. അവളുടെ മനോഹരമായ മുഖം മാറിത്തുടങ്ങി. കണ്ണുകൾ ചുവന്നു തുടുത്തു. വായവശങ്ങളിലേക്ക് വലിഞ്ഞു മുറുകി. കൂർത്ത പല്ലുകൾ പുറത്തേക്ക് വന്നു. അവൾ ആ ചുണ്ണാമ്പ് ഡബ്ബ ഒരൊറ്റ കടിക്ക് തകർത്തു. എന്നിട്ട് വികൃതമായ ഒരു ചിരിയോടെ അവനെ നോക്കി മന്ത്രിച്ചു. ചുണ്ണാമ്പ് തന്ന സ്ഥിതിക്ക് ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലുന്നില്ല. പക്ഷേ ഓർക്കുക, നിന്റെ ദേഹത്ത് ഇപ്പോൾ എന്റെ ഗന്ധമുണ്ട്. പാല പൂക്കുമ്പോൾ ഞാൻ നിന്നെ തേടിവരും. നീലകണ്ഠൻ അവിടുന്ന് ജീവനും കൊണ്ട് പാഞ്ഞു. പക്ഷേ പിന്നീട് ഒരു രാത്രി പോലും അയാൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ തവണ പാല പൂക്കുമ്പോഴും അയാളുടെ ജനാലയ്ക്കൽ ആ പാദസര കിലുക്കം കേൾക്കാം. ജനാലച്ചില്ലിൽ ആരോ നഖം കൊണ്ട് ഉരസുന്ന ശബ്ദം കേൾക്കാം. ഇന്നും ആ ചുരം പാതയിലൂടെ പോകുന്നവർ ശ്രദ്ധിക്കുക. പാലപ്പൂവിന്റെ മണം വായുവിൽ പടരുന്നുണ്ടെങ്കിൽ വണ്ടി നിർത്തരുത്. അവൾ ഇന്നും ആ ചുണ്ണാമ്പ് ഡബ്ബയുമായി അവിടെ നിൽക്കുന്നുണ്ടാകാം. മായ സത്യത്തിന്റെ കഥ. അളവുകൾ തെറ്റിയ മുറി. ഗൗതം ആ പഴയ ബംഗ്ലാവ് വാങ്ങിയത് വല്ലാത്തൊരു ആവേശത്തിലായിരുന്നു. വയനാട്ടിലെ മഞ്ഞും മൂടിയ മലനിരകൾക്ക് താഴെ ഏകാന്തമായ ഒരിടത്ത് സ്ഥിതി ചെയ്യുന്ന ആ വീട് അവന്റെ എഴുത്തുകൾക്ക് വലിയൊരു പ്രചോദനമാകുമെന്ന് അവൻ കരുതി. കരിങ്കല്ല് പാകിയ ചുമരുകളും വലിയ ജനാലകളും തടികൊണ്ട് നിർമ്മിച്ച തറയും ആ ബംഗ്ലാവിന് ഒരു രാജകീയ പ്രൗഢി നൽകിയിരുന്നു. താമസമാക്കിയ ആദ്യത്തെ ആഴ്ച വളരെ ശാന്തമായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ആഴ്ച മുതൽ ഗൗതം ഒരു വിചിത്രമായ കാര്യം ശ്രദ്ധിച്ചു. അവൻ തന്റെ പുസ്തകങ്ങൾ വയ്ക്കാനായി മുറികളുടെ നീളവും വീതിയും അളക്കുകയായിരുന്നു. മാസ്റ്റർ ബെഡ്റൂമിനും അതിനോട് ചേർന്നുള്ള ലൈബ്രറിക്കും ഇടയിലുള്ള ചുവരുകൾ അളന്നപ്പോൾ അവനൊരു കണക്കുപിശക് തോന്നി. പുറത്തുനിന്ന് നോക്കുമ്പോൾ ആ 2 മുറികൾക്കിടയിൽ ഏകദേശം 8 അടിയോളം ദൂരമുണ്ട്. പക്ഷെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ആ ചുവരുകൾ തൊട്ടുതൊട്ടാണ് നിൽക്കുന്നത്. ആ 8 അടി സ്ഥലം എവിടെ പോയി? ആ രാത്രി ഗൗതമിന് ഉറക്കം വന്നില്ല. വല്ലാത്തൊരു ആകാംക്ഷ അവനെ വേട്ടയാടി. അവൻ ഒരു ചെറിയ ചുറ്റികയുമെടുത്ത് ലൈബ്രറിയിലെ ആ പ്രത്യേക ചുമരിൽ തട്ടിനോക്കി. തക് തക്. ചുമരിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ ശബ്ദത്തിനൊരു മാറ്റം. അവിടെ കല്ലിന് പകരം തടിയാണെന്നവന് തോന്നി. അവൻ അവിടുത്തെ പഴയ വാൾപേപ്പർ പതുക്കെ അടർത്തി മാറ്റി. അവന്റെ കണ്ണുകൾ വികസിച്ചു. അവിടെ മനോഹരമായി കൊത്തുപണികൾ ചെയ്ത ഒരു ചെറിയ മരവാതിൽ ഒളിഞ്ഞിരിക്കുന്നു. അതിന് പിടിയില്ലായിരുന്നു. പകരം ഒരു ചെറിയ വിള്ളൽ മാത്രം. വിറയ്ക്കുന്ന കൈകളോടെ അവൻ ആ വാതിൽ തള്ളി. വല്ലാത്തൊരു പഴക്കത്തിന്റെ മണം, ഉണങ്ങിയ ഇലകളുടെയും പഴയ തുണികളുടെയും മണം അവിടുന്ന് പുറത്തേക്ക് വന്നു. അവൻ ടോർച്ച് തെളിച്ചു. അതൊരു ചെറിയ മുറിയായിരുന്നു. പക്ഷേ ആ മുറിക്കുള്ളിൽ കണ്ട കാഴ്ച അവനെ മരവിപ്പിച്ചു കളഞ്ഞു. അവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു. ആ കട്ടിലിൽ ഒരാൾ കിടക്കുന്നു. ഗൗതം പതുക്കെ അടുത്തേക്ക് ചെന്നു. അതൊരു ശവശരീരമായിരുന്നില്ല, മറിച്ച് ശ്വാസം പോലും വിടാതെ മരവിച്ചു കിടക്കുന്ന ഒരു മനുഷ്യരൂപം. അയാളുടെ വസ്ത്രങ്ങൾ ഗൗതമിന്റേതുപോലെ തന്നെയായിരുന്നു. അയാളുടെ മേശപ്പുറത്തിരിക്കുന്ന പുസ്തകത്തിൽ ഗൗതം ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അതേ കഥയുടെ ബാക്കി ഭാഗങ്ങൾ എഴുതിവച്ചിരിക്കുന്നു. പെട്ടെന്ന് ആ കട്ടിലിൽ കിടന്ന രൂപം കണ്ണുകൾ തുറന്നു. ആ കണ്ണുകൾക്ക് കൃഷ്ണമണികളില്ലായിരുന്നു, വെറും വെളുത്ത നിറം മാത്രം. അത് ഗൗതമിനെ നോക്കി പതുക്കെ കൈനീട്ടി.
നീ വരാൻ വൈകി. ഞാൻ എന്റെ ഭാഗം എഴുതി തീർത്തു. ഇനി നിന്റെ ഊഴമാണ്. ആ ശബ്ദം ഗൗതമിന്റേത് തന്നെയായിരുന്നു. പക്ഷേ അത് ഏതോ കിണറ്റിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്നതുപോലെ ഭീകരമായിരുന്നു. ഗൗതം പേടിച്ച് പിന്നിലേക്കാഞ്ഞു. അവൻ ലൈബ്രറിയിലേക്ക് ഓടിക്കയറി ആ മരവാതിൽ ശക്തിയായി അടച്ചു. അവൻ ഉടൻ തന്നെ സിമന്റും മണലും കൊണ്ടുവന്ന് ആ വാതിൽ പൂർണ്ണമായും അടച്ചുകളഞ്ഞു. ആ ഭിത്തിക്കു മുന്നിൽ വലിയൊരു അലമാരയും നീക്കിവെച്ചു. പക്ഷേ ആ രാത്രി മുതൽ ഗൗതമിന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അവൻ ലൈബ്രറിയിലിരിക്കുമ്പോൾ ആ ഭിത്തിക്ക് പിന്നിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാം. ആരോ നഖം കൊണ്ട് ചുവരിൽ പോറുന്ന ശബ്ദം. ഇടയ്ക്ക് ഒരു മന്ത്രണം പോലെ ആ ശബ്ദം അവന്റെ കാതുകളിലെത്തും. ഗൗതം, കഥയുടെ അടുത്ത പേജ് നീ എന്നെഴുതും. നിന്റെ പേനയിലെ മഷി തീരാറായിരിക്കുന്നു. ഇന്ന് ഗൗതം ആ വീട്ടിൽ തനിച്ചല്ല. ആ ഭിത്തിയുടെ അപ്പുറത്ത് അവന്റെ തന്നെ മറ്റൊരു രൂപം അവനെ കാത്തിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും ആ ഭിത്തിക്ക് കനം കുറഞ്ഞു വരുന്നത് അവൻ അറിയുന്നുണ്ട്. അപ്പുറത്തുള്ളവൻ ഇപ്പുറത്തേക്ക് കടന്നുവരാൻ അധികം സമയം വേണ്ടിവരില്ല. നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുൻപ് നിങ്ങളുടെ മുറിയിലെ ചുവരുകളിലൊന്ന് തട്ടിനോക്കുമല്ലോ. എവിടെയെങ്കിലും ഒരു പൊള്ളയായ ശബ്ദം കേൾക്കുന്നുണ്ടോ? ആ ചുവരിനു പിന്നിൽ നിങ്ങൾക്കു വേണ്ടി മറ്റൊരാൾ കാത്തിരിക്കുന്നുണ്ടാകാം. ഹരികൃഷ്ണൻ ഒരു ആർക്കൈവിസ്റ്റായിരുന്നു. പഴയ രേഖകളും പുസ്തകങ്ങളും തപ്പിയെടുത്ത് അവയുടെ ചരിത്രം കണ്ടെത്തുക എന്നതായിരുന്നു അവന്റെ ജോലി. നഗരമധ്യത്തിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പൈതൃക മന്ദിരത്തിലായിരുന്നു അവന്റെ ഓഫീസ്. തേക്കുമരത്തിൽ തീർത്ത ഗോവണികളും വലിയ തൂണുകളും എപ്പോഴും ഒരു തണുപ്പും പഴക്കത്തിന്റെ ഗന്ധവും തങ്ങി നിൽക്കുന്ന ഇടനാഴികളും ആ കെട്ടിടത്തിന്റെ പ്രത്യേകതയായിരുന്നു. ഒരു വ്യാഴാഴ്ച രാത്രി ഒരു പഴയ പ്രമാണത്തിന്റെ പരിശോധന പൂർത്തിയാക്കാൻ വൈകിയതുകൊണ്ട് ഹരിക്ക് രാത്രി 12 മണിവരെ ഓഫീസിലിരിക്കേണ്ടി വന്നു. ആ വലിയ കെട്ടിടത്തിൽ അവനപ്പോൾ തനിച്ചായിരുന്നു. വാച്ച്മാൻ താഴെ ഗേറ്റിൽ ഉറക്കത്തിലായിരിക്കും. ഹരി തന്റെ ലാപ്ടോപ്പ് ബാഗിലൊതുക്കി ലൈറ്റുകൾ ഓരോന്നായി അണച്ചു. അവൻ 3-ാം നിലയിലായിരുന്നു. താഴേക്കു പോകാനായി അവൻ ആ വലിയ തടിഗോവണിയുടെ അടുത്തേക്ക് നടന്നു. മങ്ങിയ മഞ്ഞവെളിച്ചം വിതറുന്ന ബൾബുകൾ ഇടനാഴിയിൽ വിചിത്രമായ നിഴലുകൾ വീഴ്ത്തിയിരുന്നു. അവൻ പടികൾ ഇറങ്ങാൻ തുടങ്ങി. കട കട. അവന്റെ ഓരോ ചുവടിനും ആ തടിപ്പടികൾ വേദനയോടെ പിടയുന്നതുപോലെ ശബ്ദിച്ചു. അവൻ 2-ാം നിലയിലെ ലാൻഡിങ്ങിലെത്തി. ഭിത്തിയിൽ വലിയ അക്ഷരത്തിൽ 2 എന്നെഴുതിയിട്ടുണ്ട്. അവൻ നടത്തം തുടർന്നു. പക്ഷേ പടികളിറങ്ങുന്തോറും വായുവിൽ ഈർപ്പത്തിന്റെ ഗന്ധം കൂടി വരുന്നത് അവൻ ശ്രദ്ധിച്ചു. കുറച്ചു പടികൾ കൂടി ഇറങ്ങിയപ്പോൾ അവൻ അടുത്ത ലാൻഡിങ്ങിലെത്തി. അവൻ പ്രതീക്ഷിച്ചത് 1 എന്ന ബോർഡാണ്. പക്ഷേ അവിടെ കണ്ടത് വീണ്ടും അതേ 2 എന്ന അക്കമായിരുന്നു. ഹരി ഒന്ന് നിന്നു. ക്ഷീണം കൊണ്ട് തോന്നുന്നതാവാം, അവൻ സ്വയം പറഞ്ഞു. അവൻ വേഗത്തിൽ പടികൾ ഇറങ്ങാൻ തുടങ്ങി. 10 പടികൾ, 20 പടികൾ. അവൻ അടുത്ത ലാൻഡിങ്ങിലെത്തി. വീണ്ടും 2. അവന്റെ ഹൃദയമിടിപ്പ് കൂടി. അവൻ മുകളിലേക്ക് നോക്കി. താൻ ഇറങ്ങി വന്ന പടികൾ ഇരുട്ടിൽ മറഞ്ഞുകിടക്കുന്നു. താഴേക്ക് നോക്കിയാൽ അനന്തമായി നീളുന്ന പടവുകൾ മാത്രം. അവൻ ഓടാൻ തുടങ്ങി. താഴേക്ക് താഴേക്ക്. ഓരോ ലാൻഡിങ്ങിലും അവൻ കാണുന്നത് ഒരേ 2 എന്ന അക്കം മാത്രം. ഒരേ പഴയ വിളക്ക്, ഒരേ പായൽ പിടിച്ച ചുവര്. അവൻ ഒരു ചുഴിയിൽ അകപ്പെട്ടതുപോലെ തോന്നി. പെട്ടെന്ന് അവനൊരു ശബ്ദം കേട്ടു. മുകളിൽ നിന്ന് ആരോ താഴേക്ക് ഇറങ്ങിവരുന്നു. കട കട. ഹരി നിന്നു. മുകളിൽ നിന്ന് വരുന്ന ആ ശബ്ദം അവന്റെ തന്നെ നടത്തത്തിന്റെ പ്രതിധ്വനിയാണോ? അവൻ നടന്നാൽ ആ ശബ്ദം കേൾക്കാം, അവൻ നിന്നാൽ അത് നിൽക്കും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. അവൻ നിർത്തിക്കഴിഞ്ഞ് 1 നിമിഷത്തിനു ശേഷമാണ് മുകളിലെ ശബ്ദം നിൽക്കുന്നത്. അതായത് ആരോ അവനെ പിന്തുടരുന്നുണ്ട്. ഹരി ഭയത്തോടെ മുകളിലേക്ക് ടോർച്ചടിച്ചു. അവിടെ ആരുമില്ലായിരുന്നു. പക്ഷേ മുകളിലെ പടവുകളിൽ നനഞ്ഞ കാൽപ്പാടുകൾ തെളിഞ്ഞുവരുന്നത് അവൻ കണ്ടു. ആരോ അദൃശ്യനായി പടികളിറങ്ങി അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആ കാൽപ്പാടുകളിൽ നിന്ന് ചീഞ്ഞളിഞ്ഞ മാംസത്തിന്റെ ഗന്ധം വരുന്നുണ്ടായിരുന്നു. ഹരി തന്റെ സർവ്വശക്തിയുമെടുത്ത് താഴേക്ക് ഓടി. ഒടുവിൽ അവൻ ഒരു വാതിൽ കണ്ടു. എക്സിറ്റ് എന്ന് പച്ച നിറത്തിൽ തിളങ്ങുന്ന ആ വാതിൽ കണ്ട് അവൻ ആശ്വാസത്തോടെ അത് തള്ളി തുറന്നു. പക്ഷേ അവൻ എത്തിയത് പുറത്തല്ലായിരുന്നു. അവൻ തിരിച്ചെത്തിയത് അവൻ അല്പം മുൻപ് ജോലി ചെയ്തിരുന്ന അതേ മുറിയിലായിരുന്നു. അവന്റെ ലാപ്ടോപ്പ് അപ്പോഴും മേശപ്പുറത്തിരിക്കുന്നു. പക്ഷേ മുറിയിൽ ഇപ്പോൾ ലൈറ്റുകളില്ലായിരുന്നു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടത് നഗരമല്ല, മറിച്ച് അനന്തമായി നീളുന്ന അതേ ഗോവണികളാണ്. ആ കെട്ടിടം തന്നെ ഒരു വലിയ ലൂപ്പായി മാറിയിരിക്കുന്നു. മേശപ്പുറത്തിരുന്ന ഫോൺ പെട്ടെന്ന് ശബ്ദിച്ചു. ഹരി വിറയ്ക്കുന്ന കൈകളോടെ അതെടുത്തു. മറുവശത്തുനിന്ന് ഒരു ശബ്ദം. അത് ഹരിയുടെ തന്നെ ശബ്ദമായിരുന്നു. പക്ഷേ അത് വളരെ ദൂരത്തുനിന്ന് വരുന്നതുപോലെ തോന്നി. പടികൾ ഇറങ്ങുന്നത് നിർത്തൂ. നീ താഴേക്ക് പോകുന്തോറും നീ എന്നിലേക്ക് കൂടുതൽ അടുക്കുകയാണ്.
ഹരി ജനാലയിലൂടെ താഴേക്ക് നോക്കി. അവിടെ താഴെയുള്ള ഒരു പടവിൽ ഒരാൾ നിൽക്കുന്നു. അയാൾ തലയുയർത്തി നോക്കി. അത് ഹരി തന്നെയായിരുന്നു. പക്ഷേ അയാളുടെ കണ്ണുകൾക്ക് പകരം 2 കറുത്ത കുഴികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അയാൾ ചിരിച്ചുകൊണ്ട് ഹരിക്ക് നേരെ കൈവീശി. ഇന്നും ആ പഴയ കെട്ടിടത്തിന്റെ ജനാലയിലൂടെ നോക്കിയാൽ ഒരാൾ പടികൾ ഓടിക്കയറുന്നതും ഇറങ്ങുന്നതും കാണാം. അയാൾ ഒരിക്കലും താഴെ എത്തുന്നില്ല. കാരണം ആ ഗോവണി അവസാനിക്കുന്നത് അയാളുടെ തന്നെ ഭയത്തിലേക്കാണ്. നമ്മൾ അറിയാത്ത ഒരു ലോകമുണ്ടെന്ന സത്യം നിങ്ങളെ തേടിയെത്തുന്ന നിമിഷത്തെക്കുറിച്ചുള്ള കഥ. കണ്ണാടിക്കുള്ളിലെ മൂന്നാമത്തെ കണ്ണ്. ഇടുക്കിയിലെ കോടമഞ്ഞ് മൂടിയ ഒരു മലഞ്ചെരുവിലായിരുന്നു ആ പഴയ ഗസ്റ്റ് ഹൌസ്. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു ഏകാന്ത യാത്രയിലായിരുന്ന ആനന്ദ് അവിടെയാണ് തങ്ങാൻ തീരുമാനിച്ചത്. പഴയ ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ കെട്ടിടമായിരുന്നു അത്. കരിങ്കല്ല് പാകിയ ചുവരുകളും തടികൊണ്ട് നിർമ്മിച്ച തറയും വായുവിൽ പടർന്നുകിടക്കുന്ന പഴക്കത്തിന്റെ മണവും ആനന്ദിന് വല്ലാത്തൊരാവേശം നൽകി. രാത്രി 12 മണിയാകാറായിരുന്നു. പുറത്ത് കനത്ത കോടമഞ്ഞ് കാരണം കാഴ്ചകളൊന്നും തന്നെ കാണാനില്ലായിരുന്നു. ആനന്ദ് തന്റെ മുറിയിൽ കയറി വാതിലടച്ചു. മുറിക്കുള്ളിൽ മങ്ങിയ ഒരു വെളിച്ചം മാത്രം. ആ മുറിയുടെ ഒരു മൂലയിൽ വലിയൊരു ആൾരൂപം പോലെയുള്ള കണ്ണാടിയുണ്ടായിരുന്നു. തേക്കുമരത്തിൽ തീർത്ത മനോഹരമായ കൊത്തുപണികളുള്ള അതിന്റെ ഫ്രെയിം വല്ലാത്തൊരു ഗാംഭീര്യം ആ മുറിക്ക് നൽകി. ആനന്ദ് മുഖം കഴുകാനായി ആ കണ്ണാടിക്ക് മുന്നിലെത്തി. പഴയ കണ്ണാടിയായതുകൊണ്ട് അതിന്റെ ഗ്ലാസിൽ അവിടെവിടെയായി ചെറിയ കറുത്ത പാടുകൾ വീണിരുന്നു. അവൻ പതുക്കെ തന്റെ പ്രതിബിംബത്തിലേക്ക് നോക്കി. ക്ഷീണിച്ച കണ്ണുകൾ, ചിതറിക്കിടക്കുന്ന മുടി, എല്ലാം കൃത്യം. അവൻ പതുക്കെ ഒരു പുഞ്ചിരി തൂകി. പക്ഷേ ആനന്ദ് ചിരി നിർത്തിയിട്ടും കണ്ണാടിക്കുള്ളിലെ അവന്റെ പ്രതിബിംബം അപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആനന്ദിന്റെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. അവൻ തന്റെ കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കി. ഇപ്പോൾ കണ്ണാടിയിലുള്ളത് അവന്റെ തന്നെ പ്രതിബിംബമാണ്. അനങ്ങാതെ നിൽക്കുന്നു. വെറും തോന്നലായിരിക്കും, ഉറക്കമില്ലാത്തതിന്റെ ക്ഷീണമാണ്, അവൻ സ്വയം പറഞ്ഞു. അവൻ തിരിഞ്ഞ് തന്റെ കിടക്കയിലേക്ക് നടന്നു. പക്ഷേ അവൻ നടന്നു തുടങ്ങുമ്പോൾ കണ്ണാടിക്കുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ആരോ ഗ്ലാസിൽ നഖം കൊണ്ട് ഉരസുന്നതുപോലെ സ്ക്രീച്ച്. അവൻ പേടിയോടെ പതുക്കെ തല തിരിച്ചു നോക്കി. കണ്ണാടിക്കുള്ളിൽ അവനെ കൂടാതെ മറ്റൊരാൾ കൂടി നിൽക്കുന്നു. അവന്റെ തൊട്ടുപുറകിലായി ഒരു രൂപം. കറുത്ത വസ്ത്രം ധരിച്ച, മുഖം കാണാൻ കഴിയാത്ത അത്രയും ഇരുട്ടുള്ള ഒരു രൂപം. പക്ഷേ മുറിക്കുള്ളിൽ ആനന്ദ് തനിച്ചായിരുന്നു. അവന്റെ പുറകിൽ ആരുമില്ല. എന്നിട്ടും കണ്ണാടിയിൽ ആ രൂപം അവനെത്തന്നെ തുറിച്ചു നോക്കുന്നു. അവൻ പേടിച്ച് പിന്നിലേക്ക് നീങ്ങി. ഓരോ തവണ അവൻ കണ്ണു ചിമ്മുമ്പോഴും കണ്ണാടിക്കുള്ളിലെ ആ രൂപം അവനോട് കൂടുതൽ അടുത്തുവരുന്നതായി അവൻ കണ്ടു. ആദ്യം അത് ദൂരെയായിരുന്നു, പിന്നെ അവന്റെ തോളോട് ചേർന്ന്, ഇപ്പോൾ അത് കണ്ണാടിയുടെ ഏറ്റവും അടുത്തായി എത്തിയിരിക്കുന്നു. പെട്ടെന്ന് കണ്ണാടിക്കുള്ളിലെ ആ രൂപം അതിന്റെ കൈ ഉയർത്തി ഗ്ലാസിന്റെ ഉൾഭാഗത്ത് അമർത്തി. ക്ഷണനേരം കൊണ്ട് കണ്ണാടിയുടെ ഗ്ലാസിൽ ആവി പിടിച്ചു. ആ ആവിയിൽ ആ രൂപം വിരലുകൾ കൊണ്ട് എന്തോ എഴുതാൻ തുടങ്ങി. ആനന്ദ് ശ്വാസമടക്കി പിടിച്ചു നോക്കി. അതിൽ തെളിഞ്ഞു വന്നത് ഒരേയൊരു വാചകമായിരുന്നു: നിനക്ക് നിന്റെ നിഴലിനെ വിശ്വാസമാണോ? അത് വായിച്ചു തീർന്ന നിമിഷം ആനന്ദിന്റെ മുറിയിലെ വിളക്കുകൾ തനിയെ ഒന്ന് മിന്നിയണഞ്ഞു. കനത്ത ഇരുട്ടിൽ അവനൊരു കാര്യം ശ്രദ്ധിച്ചു. കണ്ണാടിക്കുള്ളിൽ ഇപ്പോൾ വെളിച്ചമുണ്ട്. അവിടെ ആനന്ദിന്റെ മുറിയുടെ വേറൊരു പതിപ്പാണ് കാണുന്നത്. അവിടെ ആ രൂപം ഇപ്പോൾ കണ്ണാടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങാൻ ശ്രമിക്കുകയാണ്. അതിന്റെ വിരലുകൾ കണ്ണാടിയുടെ ഉപരിതലത്തിലൂടെ പുറത്തേക്ക് നീണ്ടുവരുന്നത് ആനന്ദ് കണ്ടു. ഇരുട്ടുകൊണ്ട് നിർമ്മിച്ച ആ വിരലുകൾ ആനന്ദിന്റെ കൈകളിൽ സ്പർശിച്ചു. ഐസ് കട്ടയേക്കാൾ തണുപ്പുള്ള സ്പർശനം. ആനന്ദ് അലറിക്കൊണ്ട് പുറത്തേക്ക് ഓട്ടി. അവൻ ഗസ്റ്റ് ഹൌസിന് പുറത്തിറങ്ങി ആ തണുപ്പിൽ മലയിറങ്ങാൻ തുടങ്ങി. പക്ഷേ അവൻ എവിടെ നോക്കുമ്പോഴും വെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികളിൽ, കടകളുടെ ഷട്ടറുകളിൽ, കാറിന്റെ ജനാലകളിലെല്ലാം ആ രൂപം അവനെത്തന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ നാട്ടുകാർ അവനെ മലഞ്ചെരിവിൽ കണ്ടെത്തി. അവന്റെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നിരുന്നു. പക്ഷേ ഏറ്റവും വിചിത്രമായ കാര്യമിതായിരുന്നു: അവന്റെ കയ്യിൽ ആരോ തണുത്ത വിരലുകൾ കൊണ്ട് മുറുക്കി പിടിച്ചതിന്റെ നീലിച്ച പാടുകളുണ്ടായിരുന്നു. അവൻ പിന്നീട് ആരോടും സംസാരിച്ചിട്ടില്ല. അവൻ ഇന്നും തന്റെ മുറിയിലെ കണ്ണാടികൾ മുഴുവൻ കറുത്ത തുണികൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. കാരണം കണ്ണാടി തുറന്നാൽ അവൻ കാണുന്നത് തന്റെ മുഖമല്ല, മറിച്ച് തന്നെ കാത്തിരിക്കുന്ന ആ പഴയ രൂപത്തെയാണ്. നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് കണ്ണാടിയിലൊന്ന് നോക്കുമല്ലോ. നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ കണ്ണ് ചിമ്മുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബവും ഒപ്പമാണോ കണ്ണ് ചിമ്മുന്നത്? അതോ അത് ഒരു നിമിഷം വൈകുന്നുണ്ടോ? കണ്ണാടിയിൽ നിങ്ങളുടെ പുറകിൽ മറ്റാരെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. കാരണം നിങ്ങൾ കാണുന്നത് വെറുമൊരു നിഴലല്ല,
മറിച്ച് നിങ്ങളെ ആ കണ്ണാടിക്കുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോകാൻ കാത്തുനിൽക്കുന്ന ഏതോ ഒരു ആത്മാവിനെയാണ്. നമുക്ക് പതുക്കെ നടക്കാം. അർജുൻ കണ്ണു തുറന്നപ്പോൾ കണ്ടത് തന്റെ പരിചിതമായ കിടപ്പുമുറിയല്ലായിരുന്നു. ചുറ്റും കരിങ്കല്ലു പാകിയ ചുമരുകൾ, തറയിൽ നിന്നുയരുന്ന ഈർപ്പത്തിന്റെ മണം. വായുവിൽ വല്ലാത്തൊരു തണുപ്പ് ഉറഞ്ഞു നിൽക്കുന്നു. ഹാളിന്റെ മധ്യത്തിൽ ഒരു പഴയ മരക്കസേരയും അതിനു മുന്നിൽ ഒരു ടേബിൾ ലാമ്പും മാത്രം. ലാമ്പിന്റെ മങ്ങിയ മഞ്ഞ വെളിച്ചത്തിൽ മേശപ്പുറത്തിരുന്നിരുന്ന ഒരു കുറിപ്പ് അവൻ കണ്ടു. വിറയ്ക്കുന്ന കൈകളോടെ അവനതെടുത്തു. അതിജീവനത്തിന്റെ നിയമങ്ങൾ. പുലർച്ചെ 6 മണിവരെ നീ ഈ മുറിക്കുള്ളിൽ കഴിയണം. പുറത്തിറങ്ങിയാൽ മരണമുറപ്പ്. പക്ഷേ ഈ മുറിക്കുള്ളിൽ നീ തനിച്ചാണെന്ന് കരുതരുത്. സമയം രാത്രി 1 മണി. അർജുൻ ആ കസേരയിലിരുന്നു. ചുറ്റുമുള്ള ഇരുട്ടിലേക്ക് നോക്കാൻ അവന് പേടി തോന്നി. പെട്ടെന്ന് മുറിയുടെ മൂലയിൽ നിന്ന് ഒരു മന്ത്രണമുയർന്നു. അത് അവന്റെ അച്ഛന്റെ ശബ്ദമായിരുന്നു. 3 വർഷം മുൻപ് മരിച്ചുപോയ അച്ഛൻ. അർജുൻ, മോനെ, എനിക്ക് വല്ലാതെ തണുക്കുന്നു. ആ ജനാല ഒന്ന് തുറക്കുമോ? അർജുൻ എഴുന്നേൽക്കാൻ പോയി. പക്ഷേ കുറിപ്പിലെ 2ാമത്തെ വരി അവൻ ഓർത്തു. ശബ്ദങ്ങൾ നിന്നെ ചതിക്കും. ആര് വിളിച്ചാലും മറുപടി നൽകരുത്. തിരിഞ്ഞു നോക്കരുത്. അവൻ ചെവികൾ പൊത്തിപ്പിടിച്ചു. ആ ശബ്ദം കൂടുതൽ അടുത്തേക്ക് വന്നു. ആരോ അവന്റെ തോളിൽ പതുക്കെ തൊട്ടു. ഐസ് കട്ടയേക്കാൾ തണുപ്പുള്ള വിരലുകൾ അവന്റെ കഴുത്തിലൂടെ ഇഴയുന്നത് അവൻ അറിഞ്ഞു. അവൻ കണ്ണുകൾ മുറുക്കി അടച്ചു. സമയം 3 മണി. മുറിയിലെ ലാമ്പ് പതുക്കെ മിന്നിമറയാൻ തുടങ്ങി. വെളിച്ചം അണയുമ്പോൾ മുറിയുടെ ഭിത്തിയിൽ പുതിയൊരു നിഴൽ തെളിയുന്നു. അത് അർജുന്റേതല്ല. ഭിത്തിയിൽ നിന്ന് ആ നിഴൽ പതുക്കെ പുറത്തേക്ക് വരുന്നത് അവൻ കണ്ടു. ഇരുട്ടുകൊണ്ട് നിർമ്മിച്ച ഒരു കൈപ്പത്തി തറയിലൂടെ അവനിലേക്ക് നീങ്ങുന്നു. അവൻ കസേരയ്ക്ക് മുകളിലേക്ക് കാലുകൾ കയറ്റിവെച്ചു. പെട്ടെന്ന് മുറിയുടെ ഒരു വശത്തുള്ള വലിയ കണ്ണാടിയിൽ ഒരു മാറ്റം അവൻ കണ്ടു. കണ്ണാടിക്കുള്ളിലെ അർജുൻ അവനെ നോക്കിച്ചിരിക്കുകയാണ്. പക്ഷേ പുറത്തുള്ള അർജുൻ കരയുകയായിരുന്നു. കണ്ണാടിക്കുള്ളിലെ രൂപം പതുക്കെ ഗ്ലാസിൽ മുട്ടാൻ തുടങ്ങി. സ്റ്റാർ തക് തക് സ്റ്റാർ. ഓരോ കൊട്ടിനും ഗ്ലാസിൽ ചെറിയ വിള്ളലുകൾ വീഴുന്നു. അത് ഉടയാൻ പോകുകയാണ്. അത് പുറത്തേക്ക് വരാൻ പോകുകയാണ്. സമയം പുലർച്ചെ 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അർജുന്റെ ബോധം മറയുന്നുണ്ടായിരുന്നു. വല്ലാത്തൊരു ക്ഷീണം അവനെ തളർത്തി. ആ നിശബ്ദതയിൽ അവനൊരു പാദസരത്തിന്റെ കിലുക്കം കേട്ടു. സ്റ്റാർ കിളിം കിളിം സ്റ്റാർ. ഒരു യക്ഷിയുടെ നീളൻ മുടിയിഴകൾ തറയിൽ ഉരസുന്ന ശബ്ദം. അവൾ അവന്റെ കസേരയ്ക്ക് ചുറ്റും നടക്കുകയാണ്. പാലപ്പൂവിന്റെ രൂക്ഷമായ ഗന്ധം വായുവിൽ പടർന്നു. അവൾ അവന്റെ ചെവിക്കടുത്ത് വന്ന് പതുക്കെ മന്ത്രിച്ചു. 6 മണിയാകാറായി അർജുൻ. നമുക്ക് ഒരുമിച്ച് പോകാം. അർജുൻ വാച്ചിലേക്ക് നോക്കി. പുലർച്ചെ 6 മണിയാകാൻ 1 മിനിറ്റ്. അവസാനത്തെ 60 സെക്കൻഡുകൾ. മുറി മുഴുവൻ കുലുങ്ങാൻ തുടങ്ങി. ചുവരുകളിൽ നിന്ന് രക്തം ഇറ്റുവീഴുന്നു. കണ്ണാടി പൂർണ്ണമായും തകർന്നു. ആ കറുത്ത നിഴൽ രൂപം അവന്റെ കഴുത്തിൽ പിടിമുറുക്കി. ശ്വാസം കിട്ടാതെ അവൻ പിടഞ്ഞു. പെട്ടെന്ന് ദൂരെ എവിടെയോ ഒരു അമ്പലത്തിലെ മണിനാദം മുഴങ്ങി. ജനാലയ്ക്കൽ പുലർക്കാലത്തെ ആദ്യത്തെ സൂര്യരശ്മി പതിച്ചു. എല്ലാം നിശ്ചലമായി. ആ നിഴലും യക്ഷിയും അച്ഛന്റെ ശബ്ദവും മാഞ്ഞുപോയി. അർജുൻ തറയിലേക്ക് തളർന്നു വീണു. അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അവൻ പതുക്കെ എഴുന്നേറ്റ് തന്റെ കൈകളിലേക്ക് നോക്കി. അവിടെ നീലിച്ച വിരലടയാളങ്ങളുണ്ടായിരുന്നു. അവൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നടന്നു. തിരിഞ്ഞു നോക്കാൻ അവന് ധൈര്യമില്ലായിരുന്നു. പക്ഷേ തന്റെ നിഴലിലേക്ക് നോക്കിയ അവൻ ഞെട്ടിപ്പോയി. അവന്റെ നിഴലിന്റെ കൈകൾ ഇപ്പോഴും അവന്റെ കഴുത്തിൽ മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. കളി കഴിഞ്ഞിട്ടില്ലെന്ന് അവൻ അറിഞ്ഞു. ആ രൂപം ഇപ്പോൾ അവന്റെ ഉള്ളിലാണ് വസിക്കുന്നത്. നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുൻപ് നിങ്ങളുടെ നിഴലിലേക്കൊന്ന് നോക്കുമല്ലോ. അത് നിങ്ങളുടെ ചലനങ്ങൾക്കൊപ്പം തന്നെയാണോ നീങ്ങുന്നത്? അതോ അത് നിങ്ങൾക്ക് മുൻപേ നടക്കുന്നുണ്ടോ?